ഇന്ന് വളരെ ഹെൽത്തി ആയ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. വളരെ ടേസ്റ്റും നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ചിട്ടാണ് ഈ ചായക്കടി ഉണ്ടാക്കുന്നത്. നമുക്ക് വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഏത് ടൈമും ആണെങ്കിലും നമുക്ക് കഴിക്കാം. എന്നാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ആവശ്യമായത് 3 ഉരുളക്കിഴങ്ങാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ടിടാം. തൊലിയൊക്കെ കളയുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയേ. ഇതുപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് 5 വിസിൽ വരെ വേവിച്ചെടുക്കണം. എന്നാലേ നല്ലോണം വെന്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല ഒരു ഗോതമ്പ് പൊടിയാണ്. നല്ല ഹെൽത്തി ആയ ഗോതമ്പ് പൊടിയാണ്. അത് നമുക്ക് കുറച്ച് എടുക്കാം. ആവശ്യത്തിന് അനുസരിച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് ആദ്യം കുഴച്ചെടുക്കണം. ആരും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി ഒഴിവാക്കരുത്. നമുക്കിതുപോലെ എല്ലാത്തിനും ആവശ്യം വരും. നമുക്ക് ചായക്കടിക്കായാലും ചപ്പാത്തിക്കായാലും ഒക്കെ അത്രയും നല്ല ഗോതമ്പ് പൊടിയാണ്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക നമുക്ക് ആദ്യം. ഇനി ഇതിലേക്ക് നമ്മുടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊരു സ്പൂണ് വെച്ച് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിൻ്റെ കട്ടയൊക്കെ പോകുന്ന രൂപത്തിൽ നമുക്ക് ആദ്യം ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ എന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ. പിന്നെ എരിവുള്ള ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ട് മിക്സാക്കി കുഴച്ചെടുക്കാം. നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നാലേ നമുക്ക് എല്ലാം മിക്സായി കിട്ടും. നമ്മൾ സ്പൂൺ വെച്ച് കുഴച്ചാലൊന്നും ഇത് മിക്സായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ മാവെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്ക് ഉള്ളിയൊന്നും വാട്ടി കുറേ കഷ്ടപ്പെടേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ടിഫിനിലൊക്കെ കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ്. ഞാൻ ഇതുപോലൊക്കെ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലിടുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ എണ്ണ ചൂടാകുന്നത് വരെയൊക്കെ നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് വരും. അതുകൊണ്ട് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് അഥവാ വേറെ ഏതെങ്കിലും മോഡലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ പപ്സൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ ആ മോഡലിൽ ഞാൻ ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പണി തീരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി. അതാണ് കേട്ടോ. നമുക്ക് ഇതും അതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറേ ഇതിന് ഫുള്ളായിട്ടൊന്നും ഞാൻ ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതുകൂടി ഞാൻ മടക്കിയിട്ട് കാണിച്ചു തരാം. നമുക്കിത് എല്ലാം ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ചൂടിൽ തന്നെ എണ്ണ വെച്ചോട്ടോ. കൂടുതൽ ഫ്ലെയിമൊന്നും കുറക്കണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മൾ ഫ്രൈ ഒക്കെ സമൂസയും അതൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ആ കണക്കിൽ തന്നെയാണ് എണ്ണ ചൂടാക്കി കിട്ടേണ്ടത്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ എല്ലാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അത്രയും നല്ല ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം.
നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.